അവിടെ ഇങ്ങനെ വായിക്കും, ദാവീദിൻ്റെ മരണകാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്നാണ് അവിടെ ആരംഭിക്കുന്നത്. ദാവീദിൻ്റെ മരണകാലം അടുത്തു എന്നതാണ് അവിടുത്തെ പ്രതിപാദ്യം. ദാവീദ് ഇസ്രായേൽ ജനത്തെ 40 വർഷം നയിക്കുകയും അതിൽ 7 വർഷം ഹെബ്രോനിലും 33 വർഷം എല്ലാ ഇസ്രായേലിനെയും അദ്ദേഹം തൻ്റെ രാജ്യത്വം, രാജാവ് എന്ന പദവി കൊണ്ട് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നീണ്ട വർഷങ്ങളാണ് ഇത് ഒരു രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയത്. ഈ കാലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം നടക്കുന്ന സമയത്ത് ധാരാളം നേട്ടങ്ങളുണ്ടായി. ഈ നേട്ടങ്ങൾ കൂടാതെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ദാവീദിൻ്റെ കാലഘട്ടത്തിൽ നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കാനായി പോകുന്നു എന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. തൻ്റെ ജീവനകാലം അവസാനിക്കാനായിട്ട് പോകുന്നു. തനിക്ക് കിട്ടിയ ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമാണ് എന്നും തന്നെ ഏൽപ്പിച്ച ജോലി ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയിട്ട് താൻ ഈ ലോകത്ത് നിന്ന് പോകേണ്ട സമയമായി എന്ന് ദാവീദ് തിരിച്ചറിയുകയാണ്. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ഒരു ദിവസം ഈ ലോകം വിട്ട് പോകേണ്ടവനാണ്. ഈ ലോകത്തിലെ ജീവിതയാത്രകൾ അവസാനിപ്പിച്ച് ഈ ലോകത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കി നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് ഒരിക്കൽ പോകേണ്ടവരാണ്. ഈ യാഥാർത്ഥ്യം നമ്മളെപ്പോഴും ഓർക്കണം. ദാവീദ് രാജസിംഹാസനത്തിലിരുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഇന്ന് അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഞാൻ മരണത്തോട് അടുക്കാനായി തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ജീവിതയാത്രയിൽ മനുഷ്യനുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യമാണ് നമ്മളെ തേടി ഒരു നാൾ മരണം വരും എന്ന യാഥാർത്ഥ്യം. യേശു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 33.5 വർഷമാണ് യേശു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത്. 30 വർഷം വീടിനോട് ചേർന്ന് 3.5 വർഷം സമൂഹത്തോട് ചേർന്നും യേശു ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ യേശു തൻ്റെ സമൂഹത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷമാണ് യേശു ഈ ലോകം വിട്ടു പോകുന്നത്. യേശുവും താൻ മരണത്തോട് അടുക്കുന്ന സമയത്ത് ക്രൂശിൽ കിടന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മളതിനെ എത്ര മൊഴികളായിട്ട് പഠിക്കും? 7 മൊഴികളായിട്ട് നമ്മൾ മനസ്സിലാക്കും. ദാവീദൻ താൻ മരണത്തോട് അടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തൻ്റെ മകനായ ശലോമോനോട് പറയുന്നുണ്ട്. മക്കൾ ധാരാളം പേരുണ്ടായിരുന്നു, എന്നാൽ ഒരാളോട് മാത്രമാണ് തൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ദാവീദ് സംസാരിക്കുന്നത്. യേശുവും തൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് അധികം സംസാരിക്കുന്നത് ഒരു മനുഷ്യനോടാണ്, യോഹന്നാനോടാണ്. യേശുവിന് പ്രിയ സ്നേഹിതൻ, അല്ലെങ്കിൽ യേശു തൻ്റെ അരികിൽ ഇരിക്കാനായി അവസരം കൊടുത്ത ഒരു സ്നേഹിതനെന്ന് വേണമെങ്കിൽ പറയാം, ശിഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. യോഹന്നാനോട് യേശു സംസാരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടുന്നത് ആർക്കാണ്? യോഹന്നാനാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ മരണത്തോട് അടുക്കുന്ന സമയം ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് യേശുവിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദ് യേശുവിൻ്റെ പേരിൽ ഉൾപ്പെട്ടതായതുകൊണ്ടും ദാവീദ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ മകനായ ശലോമോനോട്. ഒന്ന്, തൻ്റെ മകനോട് അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കാം. 2-ാമത്തെ വാക്യം അദ്ദേഹം പറയുന്നു, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, എനിക്ക് മാത്രമായിട്ട് മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല, ഞാൻ പോകുകയാണ്. പക്ഷേ നീ ധൈര്യത്തോടുകൂടെ പുരുഷത്വം കാണിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാനായി പറഞ്ഞു കൊടുക്കുകയാണ്. ആരോടാണ് പറയുന്നത്? മക്കളോടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പോകേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, അവരോട് ധൈര്യത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം. ഈ ഒരു ധൈര്യം
ദാവീദിന് എങ്ങനെയാണ് കിട്ടിയത്? ദാവീദിന് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവം തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തനിക്ക് താങ്ങായി നിന്ന് തൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് തന്നെ വീണ്ടെടുത്ത് തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് താൻ നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഓരോ മേഖലയിലും കരം പിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്. ഈ ദൈവം എവിടെയെല്ലാം ജീവിതത്തിൽ അധൈര്യപ്പെട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദാവീദിനെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത നിമിഷങ്ങളിൽ, വനങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ, ഗുഹകളിലായിരുന്നപ്പോൾ, മക്കൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, ശത്രുക്കൾ പുറമേയും അകമേയും ഒരുപോലെ അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ശക്തി ഈ ലോകത്തിൽ നിന്നായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, എന്നെ ശക്തനാക്കിയത് ആരാണ്? എൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം, മക്കളെ, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ പോകും, പക്ഷേ നിങ്ങളെ ശക്തീകരിക്കേണ്ടതും നിങ്ങളെ വഴി നടത്തേണ്ടതും നിങ്ങളുടെ ദൈവമാണ് എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ അപ്പൻ ദാവീദ് മക്കളോട്, അല്ലെങ്കിൽ ഒരു മകനായ ശലോമോനോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ സകല ഭൂവാസികളെയും പോലെ ഈ ലോകത്തിൽ നിന്ന് പോകുകയാണ്. നീ സങ്കടപ്പെടേണ്ട, വിലപിക്കണ്ട, അതിനെക്കുറിച്ച് നീ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. നീ ധൈര്യത്തോടെ നീ മുന്നോട്ട് പോകാനായിട്ട് മക്കളോട് പറയുകയാണ്, മകനോട് പറയുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കേണ്ട ധൈര്യം ദൈവം കൂടെ ഉണ്ട് എന്ന ഈ ഒരു ധൈര്യമാണ്. നമ്മൾ കൂടെ ഉള്ളതല്ല ആകരുത് അവരുടെ ധൈര്യം. നമ്മളെന്നും അവരോട് ചേർന്ന് നിൽക്കും എന്നതാകരുത് അവരുടെ ധൈര്യം. നമ്മൾ അവരെ എല്ലാ കാലത്തും നോക്കിക്കൊള്ളും എന്നതും ആകരുത് അവരുടെ ധൈര്യം. അവരുടെ ധൈര്യം, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഈ ദൈവം അപ്പനും അമ്മയും ഞങ്ങളെ മറന്നാലും ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവമാണ്. ഈ ദൈവം ഞങ്ങളെ അനാഥരാക്കുന്ന ദൈവമല്ല. ഈ ദൈവം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ പല വഴിയായി യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. കൂടെ ഉണ്ടായിരുന്ന പലരും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാകും, ഒറ്റപ്പെടുത്തപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കാൻ ദൈവം കൂടെ ഉണ്ട് എന്ന് മക്കളെ പഠിപ്പിക്കണം. ചെറിയ കാലം മുതലേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. മക്കളോട് പറയണം, നിങ്ങൾക്ക് ആരുണ്ടെന്ന് പറയണം, നിങ്ങൾക്ക് ദൈവമുണ്ട്, അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കാനായിട്ട് പറയണം. പക്ഷേ പല പാരൻസും പറയുന്നത് എന്താണ്? എന്ത് പ്രശ്നം വന്നാലും അവരുണ്ട് എന്നാണ് പറയുന്നത്. ഏത് പ്രശ്നത്തിലും ഞങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ അതൊന്നും മാറ്റി പറയണം. എന്താണ് മാറ്റി പറയേണ്ടത്? ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ആയുസ് വരെ ഞങ്ങളുണ്ട്, എന്നാലും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുള്ളത് ആരാണ്? ദൈവമാണ്. ദൈവം കൂടെയുണ്ട്, അതുകൊണ്ട് നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ദൈവം ആദ്യം പറഞ്ഞത് ആരോടാണെന്നറിയാമോ? മോശയോടാണ്. ഇസ്രായേൽ എന്ന ഈ വലിയ ജനത്തെ നയിക്കാനായിട്ട് തനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, പ്രാവീണ്യമില്ല, ഒരിക്കലും സാധിക്കില്ല, തൻ്റെ നാവ് തടിച്ചതാണ് എന്നെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാനുണ്ട്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ കാലഘട്ടം കഴിഞ്ഞു യോശുവയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യോശുവയും ആകുലനായി നിന്നു. അവനോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും, നീയും ഉറപ്പും ധൈര്യവും ഉള്ളവനായി മുന്നോട്ട് പോകുക. ആ ദൈവം ഇപ്പോൾ ദാവീദിലൂടെ ശലോമോനോട് പറയുകയാണ്, നീയും എങ്ങനെയായിരിക്കണം? ഉറപ്പും ധൈര്യത്തോടു കൂടെ ഇരിക്കുക, കാരണം നിന്നെ നയിക്കുന്നത് ദൈവമാണ് എന്നതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. പല ഇഷ്യൂസ് അവർ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യേണ്ടവരായിരിക്കും. പഠിക്കുന്നതിന് വേണ്ടി പല ദേശങ്ങളിൽ അവർ പോകും. ഒരുപക്ഷെ രാജ്യം വിട്ടു പോകും, ദേശം വിട്ടു പോകും, പലയിടങ്ങളിലാകും. അവിടെയൊന്നും നമുക്ക് അവരുടെ കൂടെ നടന്ന് അവരുടെ കൂടെ ഇരുന്ന് എല്ലായ്പ്പോഴും അവരെ സംരക്ഷിക്കാനോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവരോട് പറയണം, നിൻ്റെ കൂടെ ആരുണ്ട്?
ദൈവമുണ്ട്, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഈ ഒരു ഉറപ്പ് മക്കൾക്ക് മാതാപിതാക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ദൈവത്തിലുള്ള ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകും. ഗിദെയോനെ കുറിച്ച് പറയുന്നത്, ഗിദെയോൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? അവൻ പരാക്രമശാലിയായിരുന്നു. എങ്ങനെയാണ് അവൻ പരാക്രമശാലിയായത്? അവൻ ധൈര്യത്തോടുകൂടെ ഗിദെയോൻ മുന്തിരിച്ചക്കിൻ്റെ അരികിലിരുന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അവൻ ഈ ധൈര്യം കിട്ടിയത്? എല്ലാവരും മിദ്യാന്യരുടെ പേടിച്ച് ഭയന്നിരിക്കുമ്പോൾ അവന് അങ്ങനെ ഒരു ഭയമില്ല. ഉള്ള സാഹചര്യത്തിൽ അവൻ ഗോതമ്പ് മെതിക്കാനായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുകയാണ്. അവനറിയാം അവൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറന്നു പോകരുത്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകേണ്ടതായിട്ടും വരികയില്ല. നമ്മളെപ്പോഴാണോ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കാകുന്നത്. നമ്മളെപ്പോഴാണോ നമ്മൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് എന്നെ കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്, അപ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരാം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കായിക ശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട്, നീ എന്നോട് കൂടെ കാണുമോ എന്ന്. അവൻ പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏത് ധൈര്യമാണ്? ദൈവത്തിൽ നിന്നുള്ള ധൈര്യമല്ല, സ്വന്തം കായിക ശേഷിയിലും സ്വന്തം ആയുധ ബലത്തിലുമുള്ള ഒരു ധൈര്യം. ഈ ധൈര്യത്തോടുകൂടെ പത്രോസ് പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് കൂടെ കാണും, ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന്. പക്ഷേ ചേവകർ വന്നപ്പോൾ യേശുവിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പത്രോസ് അവിടെ ഭയന്നു പോവുകയാണ്. കാരണം ധൈര്യം നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. ഒരു സാധാരണ പെൺകുട്ടിയുടെ മുൻപിൽ പോയി നിന്നിട്ട് പത്രോസ് പറയുകയാണ്, എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധവുമില്ല, എനിക്ക് യേശുവിനെ അറിയില്ല. എന്തുകൊണ്ട് പത്രോസ് അങ്ങനെ പറയേണ്ടി വന്നു? ഇപ്പോൾ ധൈര്യം എവിടെ പോയി? ധൈര്യം എവിടെ പോയി? മാനുഷികമായിട്ടുള്ള ധൈര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ധൈര്യം നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവം ധൈര്യം കൊടുത്തു. യോഹന്നാൻ എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ അവനിപ്പോഴും ക്രൂശിൻ്റെ അടുക്കൽ പോയി ധൈര്യത്തോടുകൂടെ നിൽക്കുന്നുമുണ്ട്. കുറച്ച് സ്ത്രീകൾ, കുറച്ച് അമ്മമാർ, അവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ധൈര്യപ്പെടുത്തിയത് ആരായിരുന്നു? ദൈവമാണ്. അതിരാവിലെ അവർ കല്ലറയ്ക്കലേക്ക് ഓടിപ്പോയി. അവർക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടി? അവർക്ക് ധൈര്യം കൊടുത്തത് ദൈവമായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇതുപോലെ ധാരാളം വന്നേക്കാം. അവിടെയെല്ലാം നമ്മളെ ധൈര്യപ്പെടുത്താനായിട്ട് നമുക്കൊരു ദൈവമുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടോ, അറിവുണ്ടെന്ന് പറഞ്ഞിട്ടോ, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, സമൂഹത്തിൽ ഒരു പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പല സ്ഥലങ്ങളിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. നമ്മൾ അവിടെ എല്ലാം ബലഹീനമാക്കപ്പെടും. എന്നാൽ അവിടെ നിൽക്കണമെന്നുണ്ട് എങ്കിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് ധൈര്യത്തോടെ പറയണം. അപ്പോൾ നമ്മളെ ശക്തനാക്കുന്നവൻ ആരാണ്? ദൈവമാണ്. നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദാവീദ് തൻ്റെ മരണക്കിടക്കയിലേക്ക് അടുക്കുമ്പോൾ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ അഡ്വൈസ് ഇതാണ്, നിനക്ക് രാജ അധികാരമുണ്ട്, നീ നന്നായിട്ട് രാജ്യം ഭരിക്കും, നിനക്ക് എല്ലാം അനുകൂലമായി തീരും. പക്ഷേ നീ ദൈവത്തിലുള്ള ബന്ധത്തിൽ ധൈര്യത്തോടെ നിൽക്കണം. ദൈവം കൂടെ ഉണ്ട് എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വീണ്ടും വായിക്കാം. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എൻ്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, സാക്ഷ്യങ്ങൾ എന്നിവ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ച് ചെയ്യുക. രണ്ടാമത്തെ അഡ്വൈസാണ്. ഒന്നാമത് എന്താണ് പറഞ്ഞത്?
നീ ധൈര്യപ്പെട്ടിരിക്കുക. ആരുണ്ട് കൂടെ? ദൈവം. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നീ ധൈര്യപ്പെട്ടിരിക്കുക. രണ്ടാമത് പറയുന്നത്, ദൈവം എന്നോടൊരു കാര്യം അരുളി ചെയ്തിട്ടുണ്ട്. വിശ്വസ്തയോടും മാന്യതയോടും താഴ്മയോടും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ നടന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എനിക്ക് ശേഷം ഈ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനായിട്ടുള്ളത്. നീ വിശ്വസ്തയോടും താഴ്മയോടും അനുസരണയോടും മാന്യതയോടും നമ്മുടെ ദൈവമായ യഹോവയെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനോട് ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ തലമുറകൾക്കും ഈ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മുടെ മക്കളോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് കിട്ടിയ ഒരു ദൈവവുമായുള്ള ഒരു വിശ്വാസവും ബന്ധവും ഉണ്ട്. ഈ ബന്ധം അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനായിട്ട് മക്കളോട് നമ്മൾ പറയണം. അതാണ് രണ്ടാമത് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിക്കുന്നു എന്ന് കരുതി നമ്മുടെ മക്കൾ അങ്ങനെ ആകണമെന്ന് ഇല്ല. അവരെന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആക്കി എടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് ശലോമോനോട് പറയുകയാണ്. എല്ലാ മാതാപിതാക്കളോടും ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു എന്ന് കരുതി നിങ്ങളുടെ മക്കൾ ഒരു ശിക്ഷണവും കൊടുക്കാതെ ഒരു നിർദ്ദേശവും കൊടുക്കാതെ ആ വഴിയിലൂടെ നേരെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലരൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്കിനി ഈ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. നീ എന്ത് ചെയ്താലും. ദാവീദിനെ കുറിച്ച് പറയാം, ദാവീദ് ചെയ്ത കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം അവന് അനുകൂലമായിരുന്നു. ദൈവം പറഞ്ഞതാണ്, നീ എന്ത് ചെയ്താലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, പക്ഷെ നീ എൻ്റെ വചനങ്ങളെ അനുസരിക്കണം. അതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ബൈബിളിൽ പറയുന്നുണ്ട്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരാണ്? യഹോവ ഭക്തനായ പുരുഷൻ. യഹോവ ഭക്തനായ പുരുഷനെ കുറിച്ച് പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആ കാര്യത്തിൽ വിജയമുണ്ടാകും. അതാണ് ഈ വാക്യം. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും അത് നടന്നിരിക്കും. ഈ പുരുഷനെ കുറിച്ച് പറയുകയാണ്. ദാവീദ് സ്വന്തം അനുഭവം പറയുകയാണ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏത് കാര്യം ചെയ്താലും അതിൽ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരിക്കും. ഏത് വഴിക്ക് തിരിഞ്ഞാലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതിന് ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നീ അനുസരിച്ച് നടക്കണം. എന്ത് ചെയ്താലും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില വഴികളിലേക്ക് തിരിയുമ്പോൾ എല്ലാം ഒന്നും വിജയിക്കണമെന്നില്ല. പലതും പകുതി വഴിയിൽ വെച്ച് നമുക്ക് നിർത്തേണ്ടതായിട്ട് വരും. ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച നല്ല വിജയം നമുക്ക് നൽകി തരണമെന്നുമില്ല. എന്നാൽ ദാവീദിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ദാവീദ് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? 100% വിജയമാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയമാണ്. പോകുന്ന വഴിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ദൈവത്തിൻ്റെ കരുതലുണ്ടാകും. ദൈവം അവനെ തള്ളിക്കളയത്തില്ല. ഒരു സാഹചര്യത്തിലും ദൈവം അവനെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്തുകൊണ്ടാണ് ദൈവം ദാവീദ് ചെയ്ത എല്ലാ കാര്യത്തിലും ദാവീദിന് അനുകൂലമായി നിന്നത്? ദാവീദ് എങ്ങോട്ട് തിരിഞ്ഞപ്പോഴും, ദാവീദിന് പ്രശ്നങ്ങൾ വന്നപ്പോഴും ദാവീദ് എന്തുകൊണ്ട് സുരക്ഷിതനായിരുന്നു? അതിനൊരു കാരണമുണ്ട്. നമ്മൾ താഴോട്ട് വായിച്ചു വരിക. പിന്നെയോ, സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിന്. ചെയ്യുന്നതിലെല്ലാം 100% റിസൾട്ടാണ്. ചെയ്യുന്നതിലെല്ലാം ഫുൾ സാറ്റിസ്ഫാക്ഷനാണ്. ഒരു കാര്യം ചെയ്ത് തീർക്കുമ്പോൾ അവൻ കൃതാർത്ഥനാകുകയാണ്. ചെയ്യുന്ന കാര്യം വളരെ മനോഹരമായി പൂർത്തിയാക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് അനുഭവിക്കുന്ന ആളാണ് ദാവീദ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് മനോഹരമായി പൂർത്തിയാക്കാൻ ദൈവം കൃപ നൽകുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാകാറുണ്ടോ? നമ്മൾ ഏത് വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞാലും ആ വഴിയിലൊരു ദൈവ അനുഗ്രഹം ഉണ്ടോ? നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നമ്മുടെ ഫാമിലിയിൽ നമുക്ക് സംതൃപ്തിയുണ്ടോ? എന്നാൽ ദാവീദിന് ഇവിടെ എല്ലാം വളരെ ക്രൈസിസിലൂടെ പോയ മനുഷ്യനാണ്. ഫാമിലിയിൽ അദ്ദേഹത്തിന് ക്രൈസിസ് ഉണ്ട്. തൻ്റെ രാജ്യത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിയിൽ പലപ്പോഴും പ്രശ്നമായിട്ടുണ്ട്. കൂടെ നടന്ന മകൻ അദ്ദേഹത്തിനെതിരെ തിരിയുന്നുണ്ട്. അദോനിയാവ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
ശൗൽ രാജാവ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്യത്തിലേക്ക് ദൈവം കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. ആരൊക്കെ വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് ദാവീദിനെ എത്തിച്ചിട്ടുണ്ട്. അതാണ് ദാവീദ് പറയുക, എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം അങ്ങനെ എത്തിച്ചതെന്ന് അറിയാമോ? അത് ആ മകന് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ യാത്ര ചെയ്ത വഴികൾ, എല്ലായിടങ്ങളിലും ദൈവം എന്നെ കൃതാർത്ഥനാക്കി. പിന്നെയോ, നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എൻ്റെ മുമ്പിൽ സത്യമായി നടക്കണം എന്നെൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. തങ്ങളുടെ വഴിയിൽ അകന്നു പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിച്ചു. 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവമായ യഹോവയുടെ വഴികളിൽ ഞാൻ നടന്നു. 1-ാമത് ദാവീദ് പറയുകയാണ്, ഇത്രയും നന്മ, ഞാൻ പോയ വഴികൾ, ചെയ്ത കാര്യങ്ങൾ, ഞാൻ കൃതാർത്ഥനാകാൻ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് അത് നിന്നോട് പറയാം. ഒന്ന്, അദ്ദേഹം പറയുന്നു 4-ാമത്തെ വാക്യത്തിൽ, ദൈവമായ യഹോവയുടെ വഴിയിലാണ് ഞാൻ നടന്നത്. മനസ്സിലായോ? ദാവീദ് സ്വന്തം വഴിയിലല്ല നടന്നത്. ആരുടെ വഴിയിലാണ് നടന്നത്? ദൈവം പറഞ്ഞു കൊടുത്ത വഴിയിലൂടെയാണ് മുന്നോട്ട് നടന്നത്. അപ്പോൾ നമ്മളൊരു വഴി തിരഞ്ഞെടുക്കുകയാണ്, ഒരു ജോലിയുടെ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്, ഒരു കുടുംബജീവിതം തിരഞ്ഞെടുക്കുകയാണ്, ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് ആദ്യം നമ്മൾ ചോദിക്കണം. ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെടുന്നു, നീ ഇതിന് അനുകൂലമാണോ, ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് ചോദിക്കണം. ദാവീദ് ഓരോരോ കാര്യങ്ങളിലും അത് ചോദിക്കും. യുദ്ധം അതികഠിനമായിട്ട് വരുമ്പോൾ ഒരു സാഹചര്യത്തിൽ തൻ്റെ കൂടെയുള്ള പുരോഹിതനെ വിളിച്ചിട്ട് പുരോഹിതനോട് പറയുന്നു, ഊറിയും തുമ്മിയും ഇത് രണ്ടും നോക്കിയിട്ട് ദൈവം നമുക്ക് അനുകൂലമാണോ, ദൈവത്തിൻ്റെ കാര്യം നമുക്ക് അനുകൂലമാണോ എന്ന് നോക്കി പറയാനായി പുരോഹിതനോട് പറയുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രമേ അദ്ദേഹം നടന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ പറ്റണം, മക്കളെ, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ഞാനും ഞങ്ങളുടെ കുടുംബവും ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. ഏത് അപ്പനും അമ്മയ്ക്കും ഇത് പറയാൻ പറ്റുന്നുണ്ടോ ആ മക്കൾ അതുപോലെ ദൈവകൃപയിൽ വളർന്നു വരും. അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റണം, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. നിങ്ങളത് പറയുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് മക്കളത് മനസ്സിലാക്കുകയും വേണം. പല പ്രശ്നങ്ങൾ വരും, സംഘർഷങ്ങൾ വരും, നഷ്ടങ്ങൾ വരും. അതിനിടയിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല, ഇനി മാറുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ദാവീദ് പറയുന്നത്, ഒന്നാമത് ഞാൻ ചെയ്ത കാര്യം, ഞാൻ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. ഇസ്രായേൽ മക്കൾ ജീവിതയാത്രയിൽ മുന്നോട്ട് പോവുകയാണ്. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെ സേവിക്കണം ആരെ സേവിക്കേണ്ട എന്നൊരു തർക്കം അവർക്കിടയിൽ വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സേവിച്ചാലും ഇല്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരാണത് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? യോശുവ. ശരിയല്ലേ? അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ കുടുംബമായി ദൈവത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. അതാണ് യോശുവ പറഞ്ഞത്. ജനത്തോട് പറയുകയാണ്, ഞങ്ങൾ കുടുംബമായി ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല, ഞങ്ങൾക്ക് ദൈവം നടത്തുന്ന വഴി മതി, നിങ്ങളുടെ വഴിയെ ഞങ്ങൾ വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇതാണ് നല്ല വഴി, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷേ ഞാൻ എൻ്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. ആര് പറഞ്ഞു? യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദാവീദ് പറഞ്ഞ കാര്യം അതാണ്. ഞങ്ങൾ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും നമുക്ക് കരുതൽ നൽകുന്ന വഴികളാണ്. ദൈവം ഒരുക്കുന്ന വഴികൾ നമുക്കൊരുപക്ഷെ കാണാനായിട്ട് കഴിയില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വഴികൾ അത്ര ആഴമേറിയതാണ്. ഞാൻ ഇന്ന് രാവിലത്തെ
ധ്യാനം ഇടുമ്പോൾ അതിനകത്തൊരു വാക്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, യഹോവ ഇരേ, യഹോവ ഇരേ. യഹോവ ഇര എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം കരുതിക്കൊള്ളും എന്നതാണ്. ഗോഡ് വിൽ പ്രൊട്ടക്റ്റ്, ദൈവം എല്ലാം കരുതിക്കൊള്ളും. ആ വഴിയിൽ യാത്ര ചെയ്യുന്നത് അബ്രഹാമും അബ്രഹാമിൻ്റെ മകനും ഇസഹാക്കുമാണ്. ഈ വഴി ആര് പറഞ്ഞ വഴിയാണ്? മകനെയും കൊണ്ട് പോകാൻ ദൈവം പറഞ്ഞ വഴിയാണ്. നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ നീ ഈ വഴിയിലൂടെ പോയേ പറ്റൂ എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മകനെയും കൂട്ടി, ജോലിക്കാരനെയും കൂട്ടി, തൻ്റെ മൃഗത്തെയും കൂട്ടി നേരെ യാത്ര പുറപ്പെട്ടു. നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ആ വഴി പറഞ്ഞു കൊടുത്തത് ആരെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വഴി പറഞ്ഞത് ആരാണ്? ദൈവമാണ്. ദൈവം പറഞ്ഞു ഈ വഴിയെ പോകാം. ആ വഴി അബ്രഹാം പോയി. മകനെ യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി കത്തി എടുക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ദൈവം പറയുന്നു, ഇവിടെ മറ്റൊരു സാധ്യത ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുന്നു. ആ സ്ഥലത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ദൈവം ഓരോ സാഹചര്യത്തിലും നമ്മോട് കൂടെയുണ്ട് എന്ന് അബ്രഹാം പറയുന്ന വാക്കാണ്. അബ്രഹാം ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് യഹോവ ഇരേ, യഹോവ ജൈറ. ദൈവം കൂടെയുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ വഴിയിൽ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ദൈവം ഒരു വഴിയെ നമ്മളോട് മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞാൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ വഴിയിൽ ദൈവം അനുവദിച്ച പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയൊരു കരുതൽ നമുക്ക് കാണാൻ പറ്റും. ദൈവം ഒരുക്കിയിട്ടുള്ളത്, ദൈവം നമുക്ക് ഒരുക്കി നൽകിയത് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അബ്രഹാം അത് കാണുകയാണ്. അന്ന് മുതൽ ദൈവത്തെ അബ്രഹാം ഇങ്ങനെ വിളിച്ചു, ദൈവം കൂടെയുള്ള ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം എല്ലാ കാര്യങ്ങളും നോക്കുന്ന ദൈവമാണ്. ദാവീദിന്റെ ലൈഫ് അതുപോലെയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവനെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനായി ശീലിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വഴികൾ ധാരാളമുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ, അവൻ്റെ കുരിശെടുത്ത് അനുഗമിക്കുന്നവൻ എന്ന് പറയുന്നതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വീണ്ടും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ വഴികളിൽ നടന്നു. 2, അവൻ്റെ ചട്ടങ്ങൾ. 2, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ വിധികൾ, അവൻ്റെ സാക്ഷ്യങ്ങൾ, ഇവ പ്രമാണിക്കണം. 1, ദൈവത്തിൻ്റെ വഴികളിലൂടെ എന്ത് ചെയ്യണം? നടക്കണം. 2, കുറച്ച് കാര്യങ്ങൾ പ്രമാണിക്കണം, അത് അനുസരിക്കണമെന്നതാണ്. ഏതൊക്കെയാണ്? 1, ചില ചട്ടങ്ങളുണ്ട്, ദൈവം പറഞ്ഞിട്ടുള്ള ചില ചട്ടങ്ങൾ. 2, കൽപ്പനകൾ, ദൈവത്തിൻ്റെ ചില കൽപ്പനകളുണ്ട്, ആ കൽപ്പനകൾ. 3, അവൻ്റെ വിധികൾ, ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ ആകാവൂ. 4 കാര്യം സാക്ഷ്യങ്ങൾ, ചില അനുഭവങ്ങളുണ്ട്, ഈ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രമാണിക്കണം. 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും ജീവിതത്തിൽ പ്രമാണിക്കേണ്ടവയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും വേണം, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് അതിനെ അനുസരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, ദാവീദിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും തലമുറകളുടെ ലൈഫിലും ദൈവം നൽകുന്ന നന്മകളെ തീർച്ചയായും അനുസരിക്കാനായിട്ട്, അനുഭവിക്കാനായി, അത് നന്മയായി തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളിന്ന് പറഞ്ഞത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, ദാവീദ് മരണത്തോട് അടുക്കുകയാണ്. നമ്മൾ ഈ ലോകം വിട്ട് മരണത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട്, ഇന്നലേക്കാൾ ഇന്ന് ഞാനൻ പ്രിയനോട് എന്ത് ചെയ്തു? അടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം തോറും നമ്മുടെ ഈ ലോകത്തിലെ ആയുസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് വച്ചിട്ടുള്ള ദിവസം ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ശരാശരി കേരളത്തിൽ ഇച്ചിരി കൂടുതലാണ്. നമുക്കൊരു 70 വയസ്സെടുക്കാം അല്ലേ? ഒരു 70 വയസ്സാണ് നമ്മുടെ ആയുർ ദൈർഘ്യമെന്ന് നമ്മൾ വേണമെങ്കിലൊന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമുക്കിപ്പോൾ എത്ര വയസ്സായി?
എത്ര വയസ്സായി? 70 വയസ്സ് കഴിഞ്ഞവരൊന്നും ചിന്തിക്കേണ്ട. അതിന് മേളിലോട്ടൊക്കെ നമുക്ക് കിട്ടും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം നമ്മുടെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കലണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസം കഴിയുന്നതിന് മായ്ച്ച കളയുന്നത് പോലെ ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഭൂമിയിലുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളെല്ലാം ഒന്നും കൂടി വരില്ല. നമ്മളുടെ ഇങ്ങനെ ഒരു 70 നിന്ന് ഇങ്ങനെ കുറയ്ക്കണം. മനസ്സിലായോ? അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്. ഒരു 50 വയസ്സുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ശരാശരിയാണ് നമുക്കിനി എത്ര വർഷം കൂടെ ഉണ്ടാവും? ഒരു 20 വർഷം കൂടെ, അല്ലേ? അപ്പോൾ 40 വയസ്സുള്ളവരാണെങ്കിൽ നമുക്കൊരു 30 വർഷം കൂടെ എന്ന് വേണം നമ്മളിപ്പോൾ ചിന്തിക്കണം. അപ്പോൾ ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതുപോലെ തന്നെ ഈ ദീർഘായുസിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ദീർഘായുസ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമായി തീരുന്നതെന്ന് അറിയാമോ? ദീർഘായുസിൽ നിങ്ങളുടെ കാഴ്ച മങ്ങാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആയുസ്സിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മോശ മരിക്കുമ്പോൾ മോശയുടെ കണ്ണുകളിൽ നിന്ന് തേജസ് മങ്ങിയിരുന്നില്ല. മോശയുടെ കാഴ്ച മങ്ങിയിരുന്നില്ല. നല്ല വാർദ്ധക്യത്തിലാണ് മോശ മരിക്കുന്നത്. പക്ഷേ ആ വാർദ്ധക്യത്തിലും അവൻ്റെ കണ്ണുകളിൽ ആ തേജസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തണം, ആഗ്രഹിക്കണം. പക്ഷേ നമ്മൾ ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ ബോൾഡായിരിക്കണം. നിങ്ങളിപ്പോൾ വയ്യാതെ കിടക്കുകയാണ്. നിങ്ങളുടെ മക്കളെ വിളിച്ചിട്ട് മക്കളെ കുഴപ്പമില്ല, ധൈര്യത്തോടെ ഇരിക്കുക എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? നിങ്ങളെ കിടപ്പിലായിപ്പോയി, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് മക്കളുടെ അടുത്ത് പറയുകയാണ് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ പിള്ളേരെന്ത് പറയും? ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇവിടെ ദാവീദ് തൻ്റെ മരണത്തോട് അടുക്കുകയാണ്. പക്ഷെ അദ്ദേഹം നല്ല ചിന്താഗതികളിലൂടെ കാഴ്ച മങ്ങാതെ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നിട്ട് പറയുകയാണ്, മക്കളെ ധൈര്യത്തോടെ ഇരിക്കുക, നമുക്ക് ആരുണ്ട്? ദൈവമുണ്ട്. എനിക്ക് ദീർഘായുസ് നൽകിയ ദൈവം നിനക്ക് എന്ത് തരും? ദീർഘായുസ് തരും. എനിക്ക് ആരോഗ്യം നൽകിയ ദൈവം നിനക്ക് എന്ത് തരും? ആരോഗ്യം തരും. എൻ്റെ കാഴ്ച മങ്ങാതെ നോക്കിയ ദൈവം നിനക്കും കാഴ്ച തരും. എൻ്റെ ശരീരത്തെ പരിപാലിച്ച ദൈവം നിന്നെയും പരിപാലിക്കും. അത് പറയണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം നൽകുന്ന നന്മകളിലൂടെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരോട് അത് പറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. യേശു അത് ധൈര്യത്തോടെ പറഞ്ഞിട്ട് പോയി. തൻ്റെ അരികിൽ നിന്ന് സ്ത്രീകളോട് എന്താണ് പറയുന്നത്? എന്നെ ചൊല്ലി കരയണ്ട. ധൈര്യപ്പെടുത്തലാണ്. ആർക്ക് വേണ്ടി കരയുക? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക. അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ അവരോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും മുന്നിലേക്ക് പോകും. പക്ഷെ അവിടെ രോഗം, ദുഃഖം, സങ്കടം, നഷ്ടം, ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ദുഃഖിച്ചിരിക്കാതെ ഓരോ ആയുസ് കൂടുന്തോറും നമ്മുടെ ധൈര്യം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഈ ധൈര്യം ആര് തരണം? ദൈവം തരണം. ആയുസ് വർദ്ധിക്കും തോറും നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്. ദാവീദ് മരിക്കുന്നത് ഇതുപോലെയാണ്. എന്നാൽ ശൗലിൻ്റെ മരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? ശൗല് ഗിൽബോവ മലയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ഇതുപോലെ 2 നല്ല വാക്ക് പറഞ്ഞിട്ട് മരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? ശൗലിന് കഴിയുന്നില്ല. നല്ല 2 വാക്ക് പറഞ്ഞിട്ടല്ല അദ്ദേഹം പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ദൈവഭക്തന്റെ മരണം, ബൈബിളിൽ പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അത് ദൈവത്തിന് വിലയേറിയതാണ്. ഹാനോക്ക് എന്ന മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. ഹാനോക്ക് ആരോട് കൂടെ നടന്നവനാണ്? ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനത് പിന്നെ ഒരിക്കൽ പറയാം. അപ്പോൾ ദൈവത്തോട് ചേർന്ന് വസിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുക. അങ്ങനെ നമ്മുടെ തലമുറയെ നമ്മൾ ധൈര്യപ്പെടുത്തണം. നമുക്കൊരു ദൈവമുണ്ട്, ഞാൻ പോയാലും ഈ ലോകത്തിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് മക്കളോട് പറഞ്ഞിട്ട് പോകണം. ചെറുപ്പത്തിലേ മക്കളോട് പറയണം. നമ്മളെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് മക്കളോട് പറയണം. ആരോട് ചോദിക്കാൻ പറയണം? ദൈവത്തോട് ചോദിക്കാൻ പറയണം. ചില മക്കള് പാരൻസിനെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യും.
ചെറിയ ഒരു പ്രയാസം വരുമ്പോൾ തന്നെ പാരൻ്റൽ കെയർ അവർ ഒത്തിരി ആഗ്രഹിക്കും. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അവരെ ആരിലേക്ക് തിരിച്ചു വിടണം? ദൈവത്തിലേക്ക്. ദൈവത്തോട് ചോദിക്കാൻ പറയണം, സങ്കടങ്ങൾ ദൈവത്തോട് പറയാൻ പറയണം, പ്രയാസങ്ങൾ ദൈവത്തോട് പറയാൻ പറയണം, ദൈവത്താൽ ധൈര്യപ്പെടാനായിട്ട് പറയണം. അങ്ങനെ ദാവീദ് തൻ്റെ മകനോട് പറഞ്ഞു. ഒന്ന്. രണ്ടാമത് അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞ കാര്യം നമ്മളിങ്ങനെ വായിച്ചു. നീ എന്ത് ചെയ്താലും, എവിടേക്ക് തിരിഞ്ഞാലും, ഏത് കാര്യത്തിലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എല്ലാം എനിക്ക് ഐശ്വര്യമാക്കി തന്നു. അതുപോലെ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആയിത്തീരണം. അതാണ് മക്കളോട് നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു കൃപയുണ്ടാകണം. ഒരു ബിസിനസ് തുടങ്ങുന്നു, ഒരു ജോലി ചെയ്യുന്നു, കുടുംബജീവിതം, വീട് വയ്ക്കുന്നു, എല്ലാം നന്നായിട്ട് പോകണം. മക്കളോട് പറയണം. അങ്ങനെ ആകണമെന്നുണ്ട് എങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവം പറഞ്ഞതല്ലാതെ മറ്റൊരു വഴിയിലേക്കും തിരിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ബത്ശേബയുമായിട്ടുള്ള ബന്ധത്തിൽ തെറ്റി. പക്ഷേ തെറ്റിയ സമയത്ത് അവർ ദൈവത്തോട് അനുതപിച്ച് മാപ്പ് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ തെറ്റുകൾ വന്നാലും ദൈവം പറഞ്ഞ വഴികളിലേക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അല്ലാതെ നമുക്കൊരു കുറ്റമുണ്ടായി, നമുക്കൊരു കുറവ് സംഭവിച്ചു, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്നത് ഇങ്ങനെ, അവൻ ദീർഘക്ഷമയുള്ളവൻ, കൃപമേൽ കൃപ പകരുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത ദീർഘക്ഷമയുള്ളവനാണ്. ഈ ദീർഘക്ഷമ നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് പറയണം. ഒടിയനായ പുത്രൻ ദൈവത്തിൻ്റെ അരികിലേക്ക്, അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വന്നതുപോലെ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, ശരിയാണ്, എങ്കിലും ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ സ്വീകരിക്കണമേ എന്ന് ദൈവത്തോട് പറയണം. ആ വഴിയിലേക്ക് മടങ്ങി വരണം. ഓർക്കുക, ഇവിടെ നമ്മൾ പറയുന്ന ഇളയ മകൻ, അവൻ്റെ വഴിയിലൂടെ പോയാണ് എല്ലാം നാനാവിധമാക്കിയത്. എന്നാൽ അവൻ അപ്പൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ അവൻ എല്ലാം തിരിച്ചു കിട്ടുകയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൻ്റെ വഴിയിലേക്ക് വന്നു, അവൻ മനസ്സിലാക്കി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ പോലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നില്ല. ഞാൻ മകനല്ലേ, എനിക്ക് എന്തുകൊണ്ട് വീട്ടിൽ പോയാൽ അപ്പൻ എന്നെ കരുതുകയില്ലേ? അതാണ് അപ്പൻ്റെ വഴിയിലേക്ക് മകൻ മടങ്ങി വരികയാണ്. ഒന്ന് തെറ്റിപ്പോയാലും തിരിച്ച് വഴിയിലേക്ക് മടങ്ങി വരിക. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കാൻ ശീലിച്ചിട്ടില്ല. അടുത്ത് പറയുന്ന കാര്യം, 4 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, വിധികൾ, സാക്ഷ്യങ്ങൾ, ഇതെല്ലാം പ്രമാണിക്കാനായി ഞാൻ ശീലിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിൽ പറയുന്ന കാര്യങ്ങളെ നമുക്കനുസരിക്കാനായി, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമായിട്ട് തീരും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ഒന്ന് മക്കളോട് എന്ത് പറയണം? ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കാൻ പറയണം. 2, നമ്മൾ എന്ത് ചെയ്താലും അതിൽ ഐശ്വര്യമുണ്ടാകണം എന്ന് മക്കളോട് പറയണം. എന്ത് ചെയ്താലും അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ശീലിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഇത് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എന്തുണ്ടായിരിക്കണം? എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ആ വഴിയിലൂടെ പോയിട്ടേ കുഞ്ഞുങ്ങളോട് അത് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നല്ല വഴിയിൽ നടക്കുക, നമ്മുടെ മക്കളെ ആ വഴിയിൽ കരം പിടിച്ച് നടത്തുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.